ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് വിപണി ഇപ്പോൾ എവിടം വരെ എത്തി എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പുതിയ സ്റ്റാർ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചൊക്കെ ഡിസൈനൊക്കെ ചേഞ്ചിങ് ഒക്കെ ഉണ്ട്, അല്ലാണ്ട് അങ്ങനെ വേറെ ഒന്നുമില്ല. ലൈറ്റ്സ് ഒക്കെ കുറെ വെറൈറ്റി ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു 300-400 അല്ല, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഉഷാറായുണ്ട്. കാരണം മഴ ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. മഴ ഉള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉഷാറായിട്ട് നടക്കണം. ഇപ്പൊ ജനക്കൂട്ടം കണ്ടില്ലേ, എന്നും അതേമാതിരി തന്നെ. പണ്ട് ശനി ഞായർ മാത്രമേ ഉണ്ടാവാറുള്ളൂ, ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട്. പുതിയ ഡിസൈൻ നിയോൺ ഉണ്ടായിരുന്നു. നിയോൺ അത്യാവശ്യം മൂവിങ്ങുള്ളതാണ്. പിന്നെ പേപ്പറാണ് അത്യാവശ്യം എല്ലാ കൊല്ലവും പോണ പോലെ തന്നെ. റെഡ്, ബ്ലൂ, വൈറ്റ് ഇതാണ് മെയിൻ. പിന്നെ LED, വൈറ്റ്, വാം എല്ലാം അത്യാവശ്യം പോകുന്നത്. ലൈറ്റ്സ് 70 തൊട്ടുണ്ട്. സീരിയൽ ലൈറ്റ്, സീരിയൽ ലൈറ്റ്. പിന്നെ വാം കളർ അത്യാവശ്യം പോകുന്നുണ്ട്. വാമാണ് അത്യാവശ്യം, വാമും മിക്സും. എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷത്തെക്കാളും കുറച്ചുകൂടി തിരക്ക് കൂടുതലാണെന്ന് തോന്നി. കുഴപ്പമില്ല, അഫോർഡബിൾ ആയിട്ട്. റേറ്റ് കൂട്ടിയിട്ടുണ്ടെന്നൊന്നും തോന്നുന്നില്ല എനിക്ക്. ക്രിസ്മസ് ആയിരുന്നു, നല്ല കുറച്ച് തിരക്കുണ്ട്. നല്ല കൊല്ലം വരാറുണ്ട്, നല്ല കുറവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പതിവ് തെറ്റിക്കാതെ ഈ ക്രിസ്മസിനും പുതിയ പല മോഡലുകളിലുള്ള സ്റ്റാറുകളും പല ടൈപ്പ് ഓഫ് ലൈറ്റ്സും എല്ലാം ഇത്തവണത്തെ വിപണിയും കൈയടക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മലയാളികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ എന്തുകൊണ്ടും തയ്യാറായി എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും.